സിസ്റ്റർ അഭയ കേസ് വിധിക്കെതിരെ ഫാദർ തോമസ് എം കോട്ടൂരും സിസ്റ്റർ സെഫിയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അപ്പീൽ നിർണായകമാകും. CBI കോടതിയുടെ വിധി റദ്ദാക്കണമെന്നായിരിക്കും അപ്പീലിലെ പ്രധാന ആവശ്യം. അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നും പ്രതികൾ ഹർജിയിൽ ആവശ്യപ്പെടും. അതേസമയം കേസിലെ തെളിവുകളിലും സാക്ഷികളിലും സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ രംഗത്തു വന്നിരുന്നു. അഭയ കേസിൽ CBI സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ നിർണായകമെന്ന് പറയപ്പെട്ട ഫോറൻസിക് മെഡിക്കൽ റിപ്പോർട്ട് അശാസ്ത്രീയവും അബദ്ധജടിലവുമാണെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനായ ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു. സിസ്റ്റർ സെഫി കന്യകത്വ ശസ്ത്രക്രിയ നടത്തിയെന്ന റിപ്പോർട്ട് നൽകിയ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സംഘം ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് അജ്ഞരാണെന്നും ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രൻ വ്യക്തമാക്കുന്നു. അതേസമയം അഭയ കേസിൽ CBI നൽകിയ തെളിവുകൾ കളവാണെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ കേസാണിതെന്നും റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എബ്രഹാം മാത്യുവും വ്യക്തമാക്കിയിരുന്നു. കേസിലെ വിധിന്യായം, കുറ്റപത്രം, സാക്ഷിമൊഴികൾ എന്നിവ പഠിച്ചു നടത്തിയ സമഗ്രമായ വിശകലനത്തിലാണ് ജസ്റ്റിസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സാങ്കല്പികമായ പല നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് ഈ കേസെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിസ്റ്റർ കന്യകത്വ ശസ്ത്രക്രിയ നടത്തിയെന്നത് തെളിയിക്കാനായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ വിദഗ്ധരല്ല റിപ്പോർട്ട് നൽകിയതെന്നും ഡോക്ടർമാർ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്ന് ജസ്റ്റിസ് എബ്രഹാം മാത്യു പറഞ്ഞു. ഡോക്ടർ രമ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യത്. ഇതറിയാവുന്നത് ഗൈനക്കോളജിസ്റ്റാണ്, അവർ കൈ കഴുകി. അപ്പോൾ ഡോക്ടറുടെ തെളിവിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഡോക്ടറുടെ തെളിവിന് യാതൊരു അർത്ഥവുമില്ല. ഡോക്ടർ പറഞ്ഞില്ല അങ്ങനെ. രമയുടെ ഡോക്ടർ ലളിതാംബികയുടെ അടുത്തേക്ക് വരുമ്പോൾ, കരുണാകരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറഞ്ഞ് ഇത് സ്കാർ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും, നഖക്ഷതം കൊണ്ട് പോലും ഉണ്ടാകുകയില്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സ്കാർ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നഖക്ഷതം മൂലം പോലും ഉണ്ടാകുകയില്ലെന്ന് എനിക്ക് നിഷേധിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാകാമെന്ന് ഡോക്ടർ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഹൈമെനോപ്ലാസ്റ്റി ചെയ്തെന്ന്. ഡോക്ടറുടെ മൊഴി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഹൈമെനോപ്ലാസ്റ്റി നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ ലളിതാംബിക കരുണാകരന്റെ തെളിവാണത്, മൊഴിയാണ് ഞാൻ പറയുന്നത്. ഹൈമെനോപ്ലാസ്റ്റി നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വി ഹാവ് നോട്ട് പോസിറ്റീവ്ലി സ്റ്റേറ്റഡ് that she underwent hymenoplasty. അങ്ങനെ ഒരു തെളിവിൻ്റെ വെളിച്ചത്തിലാണ്, തെളിവുണ്ടായിട്ടുമാണ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് തേർഡ് അക്യൂസ്ഡ് കമ്മിറ്റഡ് അണ്ടർവെന്റ് ഹൈമെനോപ്ലാസ്റ്റി എന്ന് എഴുതിയിരിക്കുന്നത്. മൊഴിയെന്ത്, കണ്ടെത്തലെന്ത്? പ്രതികൾ സിസ്റ്റർ അഭയെ കൊല ചെയ്തു എന്ന് കുറ്റപത്രത്തിൽ ഇല്ല. അങ്ങനെ ഉണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. പ്രതികൾ സിസ്റ്റർ അഭയെ കൊലപ്പെടുത്തി എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. സിസ്റ്റർ അഭയുടെ മരണം കൊലപാതകമാണെന്ന് യഥാർത്ഥത്തിൽ വിധിയിൽ കാരണസഹിതം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. ഒന്നാം പ്രതിയെ മൂന്നാം സാക്ഷി അടക്ക രാജു സംഭവ സ്ഥലത്ത് കണ്ടു എന്നതിന് തെളിവില്ലെന്ന് മാത്രമല്ല, വിരുദ്ധമായിട്ടാണ് തെളിവ്. കണ്ടു എന്നുള്ളത് സങ്കല്പം മാത്രം. മൂന്നാം പ്രതി കന്യാകർമ്മം വച്ചുപിടിപ്പിച്ചു എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവും തെളിവിലില്ല. വെച്ചുപിടിപ്പിച്ചു എന്നുള്ളത് സങ്കല്പം മാത്രം. അങ്ങനെ സങ്കല്പങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു വിധിന്യായമാണത്. അങ്ങനെയുള്ള ഒരു വിധിന്യായത്തിൻ്റെ ബലത്തിലാണ് ഈ രണ്ട് പ്രതികളും കൊലപാതകം നടത്തിയെന്നും അവർ ജീവപര്യന്തം തടവിന് അർഹരാണെന്നും കോടതി വിധിച്ചത്. സാക്ഷിമൊഴി മാത്രം അടിസ്ഥാനമാക്കിയുള്ള കൊലക്കുറ്റം നിയമപരമായി നിലനിൽക്കില്ലെന്നായിരിക്കും പ്രതികളുടെ വാദം. അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നും പ്രതികൾ ഹർജിയിൽ ആവശ്യപ്പെടും. കേസിൽ അപ്പീൽ സമർപ്പിക്കുമെന്ന് പ്രതികൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഷെഗന ന്യൂസ് ബ്യൂറോ, കൊച്ചി.